കഴിഞ്ഞ മണിക്കൂറുകളിൽ രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രാജ്യത്താകമാനം SDP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിൽ കേന്ദ്രസേനയുടെ റെയ്ഡ്. 2.5 വർഷക്കാലം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയെ നിരോധിച്ചതിന് പിന്നാലെ ആ സംഘടനയുടെ രാജ്യത്തെ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള ഇതിനു സമാനമായ റെയ്ഡ് കേന്ദ്രസേന നടത്തിയിരുന്നു. 2.5 വർഷക്കാലത്തിന് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ SDP ഓഫീസുകളിൽ രാജ്യത്താകമാനം റെയ്ഡ് നടക്കുകയാണ്. ഇനി കേരളത്തിൽ നടക്കുന്നുണ്ട്. മലപ്പുറത്തെ SDP സംസ്ഥാന ഓഫീസിൽ രാവിലെ തുടങ്ങിയ റെയ്ഡാണ്. മണിക്കൂറുകൾ പിന്നിടുന്നു. നിരവധി ഉദ്യോഗസ്ഥർ EDയുടെയും അതുപോലെ NIAയുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ ആ റെയ്ഡിലുണ്ട്. നിർണായകമായ പല രേഖകളും റെയ്ഡിൽ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഡൽഹിയിലുള്ള SDP കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടക്കുന്നു. അഹമ്മദാബാദിൽ പരിശോധന നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. സൂറത്തിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം SDP എന്ന പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ ഓഫീസുകളിൽ രാജ്യത്തെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര സേന പരിശോധന നടത്തുകയാണ്. അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഈ പരിശോധന. 2022 പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകളിൽ പരിശോധന നടത്തിയപ്പോൾ നേരിയ തോതിലുള്ള പ്രതിരോധത്തിന് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിരോധമോ ഒരു പ്രതിഷേധമോ ഇല്ല. കണ്ടതായിട്ട് പോലും SDP പ്രവർത്തകർ ഈ റെയ്ഡിനെ കാണുന്നില്ല. കാരണം ഏതെങ്കിലും ഒരുത്തൻ ഈ റെയ്ഡിനെതിരെ ഒരു പ്രതിഷേധം ഉയർത്തിയാൽ തൊട്ടടുത്ത നിമിഷം കേന്ദ്ര സേന പൊക്കും, ഡൽഹിയിലേക്ക് കൊണ്ടുപോകും, തീഹാർ ജയിലിൽ അഴിയെണ്ണി ശിഷ്ടകാലം കഴിയാം. ആ അനുഭവം അവർക്ക് മുമ്പിലുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ കേന്ദ്ര ഏജൻസികൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വർഷങ്ങൾ കഴിയുന്നു. ഇന്നും പുറം ലോകം കണ്ടിട്ടില്ല പല നേതാക്കന്മാരും. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേരളത്തിൽ ഹർത്താലിൻ്റെ പേരിൽ അതിക്രമം നടത്തിയതിന് കേരള പോലീസ് പിടികൂടി അകത്താക്കിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ പോലും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതിനും കാരണമുണ്ട്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. സർക്കാരിനുണ്ടായ നാശനഷ്ടത്തിൻ്റെ മുഴുവൻ തുകയും അതിൻ്റെ 10 മടങ്ങ് കോടതിയിൽ കെട്ടിവെച്ച ശേഷം മാത്രം ജാമ്യം കൊടുത്താൽ മതിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അനധികൃതമായി SDP നേതാവ് MK ഫൈസി പിരിച്ചെടുത്തത്. MK ഫൈസി ഇപ്പോഴല്ല ഈ പണപ്പിരിവ് തുടങ്ങിയത് എന്ന് കഴിഞ്ഞ ദിവസം MK ഫൈസിക്കെതിരെ ചാർത്തിയ FIR വ്യക്തമാക്കുന്നു. MK ഫൈസി കാലാകാലങ്ങളായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ടറാണ്, അവരുടെ അന്നദാതാവാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ പണം പിരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ പണം വിനിയോഗിക്കുന്ന സൂത്രധാരനാണ് MK ഫൈസി എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തി. അതുമാത്രവുമല്ല, ഈ SDP എന്ന രാഷ്ട്രീയ പാർട്ടി പേരിലും അതിൻ്റെ പുറമേയും മാത്രമാണ് രാഷ്ട്രീയവും സാംസ്കാരികവുമായ മുഖം കാത്തു സൂക്ഷിക്കുന്നത്. ഉള്ളിൽ തികഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ തികഞ്ഞ ഇസ്ലാമിക ഭീകരവാദ സംഘടന. ഇത് പറയുന്ന രാജ്യത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്, അതും തെളിവുകൾ നിരത്തിക്കൊണ്ട്. അതിന് പിന്നാലെയാണ് രാജ്യത്തെ SDP ഓഫീസുകളിലേക്ക് മിന്നൽ പരിശോധന കേന്ദ്രസേന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. SDP പോപ്പുലർ ഫ്രണ്ടിനും പണം നൽകി സഹായിച്ച നിരവധി മലയാളികളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്രസേനയ്ക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ലഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പേരിൽ SDP അല്ലെങ്കിൽ MK ഫൈസിക്ക് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വ്യാജ അക്കൗണ്ടുകളിലേക്ക്, ബിനാമി അക്കൗണ്ടുകളിലേക്കൊക്കെ പണം കൈമാറിയ നൂറുകണക്കിന് മലയാളികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരശേഖരണം കേന്ദ്രസേന ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ നിന്നുള്ള ചില വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇതിനകം തന്നെ കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക് 127 മലയാളികളെയാണ് UAEയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഡൽഹിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്തത്. അതായത് കേന്ദ്ര സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടുകൂടി UAE എന്ന രാജ്യത്തോടും സൗദി അറേബ്യ എന്ന രാജ്യത്തോടുമുള്ള നയതന്ത്ര ഇടപെടലുകളിലൂടെ
കുറ്റവാളികളായി മുദ്രചാർത്തപ്പെട്ട 127 പേരെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇവർ ചെയ്ത കുറ്റം എന്താണ്? പോപ്പുലർ ഫ്രണ്ടിനെ പോലെ രാജ്യത്ത് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയ്ക്ക് വീണ്ടും വീണ്ടും സാമ്പത്തിക സഹായം നൽകി. അങ്ങനെ 127 മലയാളികൾ ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്രസേനയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ 127 എന്ന നമ്പറിൽ ഒതുങ്ങില്ല പോപ്പുലർ ഫ്രണ്ടിന് പണം കൊടുത്ത കുറ്റവാളികളുടെ എണ്ണം. 100 കണക്കിന് 500 കണക്കിന് ആളുകൾ ഇതിനകം തന്നെ കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ഇവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന അറബ് രാജ്യങ്ങളിലേക്ക്, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക്, അവിടുത്തെ കോൺസുലേറ്റുകളിലേക്ക്, അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് അയക്കുകയാണ് ഇന്ത്യ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യത്തിരുന്നു കൊണ്ട് ഇന്ത്യയിലെ തീവ്രവാദത്തിന് പണം അയച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് കരുതിയ വിഡ്ഢികളായ മലയാളികൾ ഇനി അഴിയെണ്ണാൻ പോകുന്നതേ ഉള്ളൂ. ഈ റെയ്ഡിൻ്റെ കേരളത്തിൽ നടക്കുന്ന, രാജ്യത്താകമാനം നടക്കുന്ന റെയ്ഡിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷവും രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി ആളുകൾ അവരിപ്പോൾ SDP-യുടെ കൂടെ കീഴിൽ വന്നിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുറത്തറിയാത്ത സംഘടനകളുടെ പേരിൽ മറവിലൊക്കെ പ്രവർത്തിച്ചിരിക്കാം. പക്ഷേ അവർക്ക് പ്രവർത്തനത്തിനുള്ള പണം ആവശ്യമുണ്ട്. ആ പണം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നിലവിൽ കേരളത്തിൽ ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അതിന് കോടതിയിൽ കോടിക്കണക്കിന് രൂപ കെട്ടിവെക്കണം. അതിനുള്ള പണം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ പണമൊക്കെ സ്വരൂപിക്കുന്നത് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളിൽ നിന്നാണ്. കേരളമാണല്ലോ രാജ്യത്തെ തീവ്രവാദത്തിൻ്റെ ഹബ്ബ്. രാജ്യത്ത് എവിടെ ഒരു തീവ്രവാദ പ്രവർത്തനം നടന്നാലും അതിലൊരു കണ്ണി, അതിലൊരു ബന്ധം കേരളത്തിലുണ്ട്. അതാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മഹിമയും മേന്മയും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള 100-ലധികം പേർ ഇതിനകം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 500ഓളം പേരെ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായി കണ്ടെത്തി, ED കണ്ടെത്തി, ദേശീയ സുരക്ഷാ ഏജൻസി കണ്ടെത്തി ഇവരെ അധികം വൈകാതെ ഇന്ത്യയിലേക്ക് എത്തിക്കും. അങ്ങനെ വിദേശ രാജ്യത്തിരുന്നു കൊണ്ട്, അറബ് രാജ്യങ്ങളിരുന്നു കൊണ്ട് ഇന്ത്യയിലെ തീവ്രവാദം ആളിക്കത്തിക്കാൻ പണമൊഴുക്കിയ മലയാളികൾ ഉടനടി അഴിക്കുള്ളിലാകുമെന്നുള്ള വാർത്തയാണിപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൻ്റെയൊക്കെ രേഖകൾ കണ്ടെത്താനുള്ള, അതിൻ്റെയൊക്കെ തെളിവുകൾ കണ്ടെത്താനുള്ള റെയ്ഡാണ് മലപ്പുറത്തെ SDP ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത്. മലപ്പുറത്തെ SDP ഓഫീസിൽ നിന്ന് നിരവധി നിർണായകമായ രേഖകൾ കേന്ദ്രസേനയ്ക്ക് EDക്ക് ലഭിച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിലേറ്റവും പ്രധാനം SDP-യെ സാമ്പത്തികമായി സഹായിക്കുകയും അതിലൂടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജിഹാദിനായി പണം മുടക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ച വിവരങ്ങളാണ്. കഴിഞ്ഞ ദിവസം EDയുടെ FIR-ൽ കാര്യം വ്യക്തമായിരുന്നു. ഈ SDP എന്ന പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്താൻ ശ്രമിച്ച പാർട്ടിയാണ്. 2047 ഇന്ത്യയുടെ ഭരണം കൈയാളണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ്. അത് പ്രഖ്യാപിച്ച പാർട്ടിയാണ്. എങ്ങനെയാണ് ഭരണം കൈയാളുന്നത്? എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനായി ഇന്ത്യയിലേക്ക് SDP-ക്ക് വേണ്ടി പണമയച്ച മുഴുവൻ വിദേശത്തുള്ള മലയാളികളെയും പൊക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.